ഇവിടെ നിൽക്കുമ്പോ കറക്റ്റ് സ്വർഗത്തിൽ നിൽക്കുന്നതല്ല. ഇവിടെ നിന്നിട്ട് താഴോട്ട് നോക്കിയാൽ മതി. ഇവിടെ ഇച്ചിരി കാല് തെറ്റാക്കി കറക്റ്റ് സ്വർഗത്തിൽ ചെല്ലും. സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ കയ്യിലിരിപ്പ് പോയിരിക്കും. ദൃശ്യം ഇവിടെ ഷൂട്ട് ചെയ്ത് ദൃശ്യത്തിനകത്ത് മറ്റേ വരുണിന്റെ മറ്റേ ഒരു സെന്നുണ്ട്, മഞ്ഞ സെന്നുണ്ട്, തള്ളിയിടത്തില്ല അതിലേ ഉണ്ട്. നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നത്? ഓതറ ഭൂതക്കുഴിപ്പാറ. നേരത്തെ പോയിട്ടുണ്ടോടാ? പോയിട്ടില്ല. ആൾക്കാരൊക്കെ പറഞ്ഞും പിന്നെ ഈ മൊബൈലിലൊക്കെ റീൽസിനകത്തൊക്കെ കണ്ട് നല്ല സ്ഥലമാണെന്നാ തോന്നുന്നു. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടങ്ങ് പോയാലോ? പോയേക്കാം, പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഭൂതക്കുഴിപ്പാറയുടെ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. നേരം വെളുത്ത് ഒരു സമയം ഒരു 7 മണിയൊക്കെ ആകുന്നതേ ഉള്ളൂ. ഇതേ ആ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്ന നല്ല അടിപൊളി വ്യൂ കാണാവേ. ഇതേ ഇപ്പോൾ ചെറിയൊരു വഴിയില്ലേ, ഈ വഴി കൂടാണ്. ശരിക്കും പറഞ്ഞൊരു പാറമടയായിരുന്നു. അപ്പം ഇപ്പം പാറ പൊട്ടിയിലും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അടിപൊളി ഒരു സ്ഥലമായതാണ്. അനിയന് നേരത്തെ പാറയുടെ മുകളിൽ കയറി നിൽപ്പുണ്ട്. അവൻ ഇങ്ങോട്ട് വീഡിയോ എടുക്കുന്നു. നോക്കി എന്ത് രസമാണ് കാണാനും. നോക്കി രസമുണ്ട് സൂര്യൻ ഉദിച്ച് വരുന്നത്. ഇല്ലട സവനെ ഇല്ല, സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ അടിപൊളി. എന്തായാലും കണ്ട മനോഹരമായ ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് അല്ലേ സ്പോട്ടാക്കേണ്ടതാണ്. എന്നെങ്കിലുമൊക്കെ ആവുമായിരിക്കും. എങ്ങനെയുണ്ട് സ്ഥലം? കൊള്ളാം. അല്ല ദൃശ്യം ഇവിടെ ഷൂട്ട് ചെയ്ത് അതന്നെ. ദൃശ്യത്തിനകത്ത് മറ്റേ വരുണിന്റെ മറ്റേ ഒരു സെന്നുണ്ട്, മഞ്ഞ സെന്നുണ്ട്, തള്ളിയിടത്തില്ല അതിലേ ഉണ്ട് ഇറക്കിക്കൊണ്ടിരുന്നു. അതിവിടെ ഒന്നും അല്ല പോടാ. ആൾക്കാർ പറയും ഒരു പൊട്ടത്തരം പറയാൻ വന്ന് നിൽക്കുവാന്ന്. രസമുണ്ട്. ഇത് മറ്റേ ഇപ്പുറത്ത് ഇതുകൂടെ കാണുന്നില്ല ഈ സൈഡ്. ഇത് മറ്റേ ഇതായിരുന്നു, മറ്റേ കോറിയായിരുന്നു, മറ്റേ പാറയൊക്കെ പൊട്ടിക്കുന്നത്. അതാണല്ലോ കോറി. അതാണല്ലോ കോറി. ഇതിന്റെ ഓപ്പോസിറ്റ്. പക്ഷെ ഒരു കാര്യമാണ് ആ പൊട്ടിച്ചേക്കുന്നുണ്ട് കറക്റ്റ് ഒരു ഹാർട്ടിന്റെ ഒരു ലവ് അല്ലേ, ഒരു ലവ് മോഡല്. അവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയൊക്കെ കാണാവോ? അതിനകത്ത് കാണുമെന്ന് അറിയത്തില്ല. അല്ല സൂര്യൻ ഉദിച്ച് വരുന്നതും അല്ല കറക്റ്റ് ഒരു സ്വർഗത്തിലൊക്കെ എത്തി നിൽക്കുന്ന പോലെ ഇതുപോലൊരു സ്ഥലം നമ്മുടെ ഈ ഇത് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ നിന്ന് കറക്റ്റ് സ്വർഗത്തിലൊക്കെ നിൽക്കുന്ന പോലെ. ഇവിടെ നിന്നാണ് ഇച്ചിരി താഴോട്ടൊന്ന് വീഴെങ്കിൽ കറക്റ്റ് സ്വർഗത്തിൽ ചെല്ലുമോ നരകത്തിൽ ചെല്ലുമോ എന്ന് അറിയത്തില്ല. എങ്ങനെ ഇവിടെ നിൽക്കുമ്പോ കറക്റ്റ് സ്വർഗത്തിൽ നിൽക്കുന്ന പോലെ. ഇവിടെ നിന്നിട്ട് താഴോട്ടൊന്ന് നോക്കിയാൽ മതി. ഇവിടെ ഇച്ചിരി കാല് തെറ്റാക്കി കറക്റ്റ് സ്വർഗത്തിൽ ചെല്ലും. സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ കയ്യിലിരിപ്പ് പോയിരിക്കും. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒത്തിരി പേര് അങ്ങോട്ട് നടന്നു പോകുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ചരലൊക്കെ കിടപ്പുണ്ട്. കാലെങ്ങാനും തെന്നി ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ പിന്നെ മുമ്പേ പറഞ്ഞ പോലെ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ ചിന്തിക്കേണ്ട വരും. അങ്ങോട്ട് പോകും തോറും വീതി കുറഞ്ഞ് പോവുക. പക്ഷെ കുറേ ആൾക്കാരൊക്കെ അവിടുന്ന് കയറി വരുവാടാ. അതിലങ്ങോട്ട് വഴിയുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങാൻ പറ്റും. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തീരെ വീതി കുറവ്. പക്ഷേ ഇതൊരു നല്ലൊരു ടൂറിസത്തിൻ്റെ ഒരു വകുപ്പുള്ള ഒരു സ്ഥലമല്ലേ. 2 സൈഡ് കൈവരിയൊക്കെ വെച്ചാൽ കുറേ ആളുകൾ വന്ന് കാണുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക. ഇതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു. അപ്പോൾ അതെൻ്റെ ഒരു റെഡ്മിയുടെ ഫോണായിരുന്നു. വലിയ ക്ലാരിറ്റി ഒന്നും കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും വന്ന സമയവും കൊള്ളാം, കാണാനും ഈ ഒരു സ്ഥലം നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ പുതിയ ക്യാമറയൊക്കെ മേടിച്ചു. അതിൻ്റെ ചെറിയൊരു അഹങ്കാരം. ക്യാമറ ഒരാൾ തന്ന കേട്ടോ, നമ്മുടെ ഫാൽക്കൺ സ്പോർട്സ് ഹബിൻ്റെ മുതലാളി കുക്കു തോമസ് എബ്രഹാം തന്ന ക്യാമറയുമായിട്ടാണ് ഇന്ന് രാവിലെ ഇറങ്ങിയേക്കുന്നത്. ഇടയ്ക്കൊക്കെ താഴോട്ട് നോക്കണം, അല്ലേ? വാ അടിപൊളി. എടാ തല ഇറങ്ങുന്നുണ്ടാ. ഇന്ന് ശരിക്കുവേ നമ്മൾ ക്യാമറയെ നോക്കിയാണ് നടക്കുന്നത്.
പക്ഷേ ഈ നടക്കുമ്പോൾ ഇടയ്ക്ക് താഴെ കൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു. കണ്ണാടിയൊക്കെ വെച്ച് നോക്കിയിട്ട് എല്ലാം കാണാവൂ. ഞാൻ ചുമ്മാ അല്ല കറുത്ത വെള്ളം. അടിപൊളിയാ ശരിക്കുവേ. എടാ ഇവിടെ ഒരു ടൂറിസം കൊണ്ടുവന്നാലേ ഇതോ അവിടെ ഒരു കടയൊക്കെ വെച്ചല്ലേ, നോക്കി ഒരു ചായക്കടയൊക്കെ ഇട്ട് ഇവിടെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഒരു കൈവരിയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നീ ആ ഫോണല്ലേ ആ പള്ളിയും സൂം ചെയ്തടാ. ഈ സ്ഥലവും പള്ളിയും കൂടെ സൂം ചെയ്ത്. ഇതിനകത്ത് സൂമിങ് ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലാത്തതാണോ ഞാൻ പഠിക്കാത്തതാണോ എന്നറിയത്തില്ല. അപ്പോൾ ഫോണിൽ നിങ്ങൾക്ക് ആ പള്ളിയും കൂടെ ഒന്ന് കാണിച്ചു തരാം. സൂമിങ് കാണും, ഞാൻ പഠിക്കാത്തതായിരിക്കും. നല്ല ക്യാമറ കുറ്റം കണ്ടോ, നല്ല മഞ്ഞുണ്ട്. അവിടെ ഒരു പള്ളിയും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും ഈ ഫോണിൻ്റെ വീഡിയോയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താം. അവിടെ ഒരു പള്ളിയും പിന്നെ ഈ സൈഡിലും കണ്ടൊരു അമ്പലമുണ്ട്. അമ്പലമല്ലേ? അമ്പലം താണ്ട് ചെറിയൊരു അല്ലേ കുടുംബക്ഷേത്രം പോലൊരു ഇത് കാണാം. എന്തായാലും അടിപൊളിയൊരു സ്ഥലമാണ്. എല്ലാവരും ഇങ്ങോട്ട് വരണമെന്നൊന്നും പറയത്തില്ല. കാര്യം ഇനി നമ്മളൊക്കെ പറഞ്ഞാലും വന്ന് ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലേ. എങ്കിലും മാക്സിമം അത്യാവശ്യം പ്രായമുള്ളവർക്കൊക്കെ വരാം. മാക്സിമം മദ്യപിച്ചിട്ട് വരാതിരിക്കുക. മദ്യപിക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്ന് തോന്നുന്നത്. അങ്ങേറ്റം വരെ പോവാ ഇങ്ങേറ്റം വരെ പോവാ. ഞങ്ങളാരും പിന്നെ മദ്യപിക്കാത്തതുകൊണ്ട് മദ്യപിച്ചുകൊണ്ട് വരത്തില്ല ഞങ്ങളിവിടെ. മാക്സിമം ആൾക്കാർക്ക് വന്ന് കാണാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. പിന്നെ കഴിവതും കൊച്ചു പിള്ളേരെയും കൊണ്ട് വന്ന് ഇതിൻ്റെ മുകളിൽ കയറാതിരിക്കുക എന്നും പറഞ്ഞ് ഒത്തിരി പ്രായമുള്ളവരെയും കൊണ്ടുവരല്ലേ. അതെ അതെ. എന്തായാലും ഇതിൽ നീളമുള്ളൊരു വീഡിയോ ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലമായതുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി കാണിക്കാമെന്ന് കരുതിയാണ് രാവിലെ ഇവിടെ എത്തിയത്. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു അടുത്തുള്ള സ്ഥലം എന്താ കാണിക്കാത്തതെന്ന്. അതെ അതെ അതെ, 3 സബ്സ്ക്രൈബറുണ്ട്. ആ 3 പേരെന്ന് പറഞ്ഞാൽ നമുക്ക് 3000 പേരുള്ള പോലെ. അതെ അതെ, ഇന്ന് 3, നാളെ 30, പിന്നെ 300, 3000. അതെ അതെ, 3 മില്യൺ. കാശെല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കുവോ? അതെ, വലിയൊരു അലമാര വാങ്ങിക്കണം. എന്തായാലും ഓക്കെ, ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇത് സ്ഥലം കറക്റ്റ്? ഇത് സ്ഥലം കറക്റ്റ്? സ്ഥലം കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതറ. അതായത് നമ്മൾ തിരുവല്ലയിൽ നിന്ന് വരുമ്പോൾ ഓതറ വന്നിട്ട് ഓതറയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കൈച്ചറ വഴി വേണമെങ്കിൽ കയറി വരാം. ഓതറയ്ക്ക് തൊട്ടടുത്ത സ്ഥലമാണ്. പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇങ്ങനെയുള്ള എഡ്ജിലൊന്നും കയറി നിൽക്കാതിരിക്കുക. കണ്ടോ, ആ എഡ്ജിലൊക്കെ കയറി പാറ ഇടിഞ്ഞു പോയാൽ നേരെ അതാ കുഴി കിടക്കും. കേട്ടോ, ഞാൻ ചവിട്ടുന്നത് ഇടിഞ്ഞിരിക്കണം കേട്ടോ. പണ്ട് പൊട്ടിച്ചതിൻ്റെ പാടൊക്കെയാണ് തോന്നുന്നത് അല്ലേ? പണ്ട് പൊട്ടിച്ചതിൻ്റെ പാടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അവിടെ പാറ പൊട്ടിക്കുന്നതിൻ്റെ. ആരാ തമിഴടിക്കുന്നോ അങ്ങനെ പറയാ? ആ, ഏതാണ്ട് സാധനം അടിക്കുന്നതെന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. കിടുത്തയിട്ടാ പൊട്ടിക്കുന്നല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഭൂതക്കുഴി വ്യൂ. എല്ലാം പറയാനുണ്ടോ? ഓ, എന്താ പറയാനാ, ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ. അന്ന് കാണും, അന്ന് കണ്ട് എൻജോയ് ചെയ്തൊക്കെ പോകും. ഉമ്മ ജീവിച്ചിരുന്നിട്ട് എന്തൊക്കെയാണ് ഇതൊക്കെ കണ്ടിട്ട് മുകളിലോട്ട് പോകും. ഇതൊക്കെ കണ്ടിട്ട് നേരെ താഴോട്ട് ചാടിയ എത്രയും പെട്ടെന്ന് മുകളിലോട്ടിയല്ല. ആ, ആകാശം കിടക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഇത്രയും തന്നെ ഈ കാഴ്ച കണ്ടിട്ട് ആകാശം കൂടെ കാണിച്ചിട്ട് അങ്ങ് പോയേക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഭൂതക്കുഴിപ്പാറ. നല്ലൊരു ടൂറിസത്തിന് വകുപ്പുള്ള ഒരു സ്ഥലവും കൂടിയാണ്. അത് സർക്കാരൊക്കെ നോക്കിയല്ലേ ഒരു ടൂറിസം നടപ്പിലാക്കിയാൽ ഇവിടെ അടിപൊളി. ഇതുപോലെ സൈഡിലൊരു കൈവരിയൊക്കെ ഇട്ടാൽ മതി, അത് ആൾക്കാർക്ക് നടന്ന് അങ്ങ് അപ്പുറത്തോട്ട് പോകാനുള്ള ഒരു സൗകര്യമൊക്കെ ആവും. ഏതാ സർക്കാർ ആദ്യം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കട്ടെ, എന്നിട്ട് ടൂറിസം കൊണ്ടുവരും. അത് വരുവാടാ, വരും 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 വരും. ഒരു കസാരയല്ലേ ഉള്ളൂ, 3 പേരല്ലേ പിടിക്കുന്നത്, വരുമായിരിക്കും. 5 വർഷം കിടന്ന് കസാരകൾ കളിക്കാം. എന്തായാലും കൊള്ളാം, നല്ലൊരു സർക്കാർ വരട്ടെ അല്ലേ, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന സർക്കാർ വരട്ടെ. ലേഡീസിനെല്ലാം ഫ്രീ ആക്കട്ടെ, അതെ, പെൻഷനെല്ലാം കൂട്ടട്ടെ. നമുക്കാര് വന്നാലും ജനങ്ങളുടെ കാര്യങ്ങൾ നന്നായി പോകുന്നൊരു സർക്കാരായാൽ മതി, അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സബരെ
അവസാനിപ്പിച്ചേക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ആൾക്കാർ വരിക. എല്ലാവർക്കും ബൈ ബൈ.